ഹലോ, വെൽക്കം ആലുവ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അടുപ്പ് ക്ലീൻ ചെയ്യാണ്. ഇന്ന് ഞങ്ങളുടെ അടുപ്പ് എന്നും ക്ലീൻ ചെയ്യാറുണ്ട്. ഇന്നിപ്പം വെറുതെ അടുപ്പ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ അടുപ്പൊക്കെ ഇങ്ങനെ അടിച്ച് ഞങ്ങളുടെ അടുപ്പിൽ എപ്പോഴും ഉറുമ്പ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചാണ് ഞാൻ ക്ലീൻ ചെയ്യണത്. കാരണം ഉറുമ്പുള്ളാറുണ്ട്. മണ്ണെണ്ണ കുറച്ച് ഇവിടെയൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ ശല്യം പൊയ്ക്കോളും. കണ്ട, പിന്നെ പുകയില്ലാത്ത അടുപ്പാണ്. അപ്പോൾ കുറച്ച് വൃത്തിയുമാവും. ഇതിങ്ങനെ ഇങ്ങനെ തേക്കാം. ഇതൊക്കെ ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യണം. കുറച്ചുകൂടി മണ്ണെണ്ണ ഒഴിക്കുകയാണ്. ഈ ഉറുമ്പ് ഭയങ്കര അരികത്തൂടിയൊക്കെ ഉറുമ്പ് ഓടണണ്ട, ഭയങ്കര ഉറുമ്പ്. ഇപ്പോൾ മണ്ണെണ്ണയുടെ മണം കേൾക്കുമ്പോൾ ഉറുമ്പ് വരില്ല. ചോക്ക് ഉരച്ചാലും വരില്ല, എന്നാലും ചോക്കില്ല. അതുകൊണ്ടാണ് മണ്ണെണ്ണ ഒഴിച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഉറുമ്പ് മണ്ണെണ്ണയുടെ മണം കേട്ട് ഓടിക്കോളും. വീണ്ടും ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ എന്നാലും ഇത് വീണ്ടും അന്നൊന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇത് വൃത്തികേടാവും. ഇപ്പം കണ്ട, അടുപ്പ് ക്ലീൻ ആയില്ലേ? ഈ മണ്ണെണ്ണ തൊട്ടത് കാരണം കൈ ശരിക്കും സോപ്പിട്ട് കഴുകാണ്. അല്ലെങ്കിൽ കറിയിലും അത് നമ്മൾ ഉപയോഗിക്കുന്ന ഇതൊക്കെ മണ്ണെണ്ണയുടെ മണമായിരിക്കും.
മണ്ണെണ്ണ എടുക്കാറുകൊണ്ട് കൈ ശരിക്കും സോപ്പിട്ട് കഴുകുക. അല്ലെങ്കിൽ മണ്ണെണ്ണയുടെ ആ ഇത് നമ്മുടെ അടുപ്പിലുള്ള ചെളിയൊക്കെ ഇപ്പം എൻ്റെ കയ്യിലായില്ലേ. പന്ത്രണ്ട് മണിയായി, ഇപ്പോഴാണ് അരി അടുപ്പത്തിടുന്നത്. എനിക്ക് ചെറിയൊരു തല കറക്കം പോലെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പം ഞാൻ കുറച്ച് നേരം കിടക്കാറുന്നു. അപ്പം അടുപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീ പിടിപ്പിച്ചത് റേഷൻ അരി വെള്ളരി ഇല്ലേ, അതാണ്. അപ്പം അത് അരമണിക്കൂർ കൊണ്ട് വെന്തോളും. ഇപ്പോൾ 12 മണിയായില്ല, 12:30-ക്കുള്ളിൽ അരി വെന്ത് നമുക്ക് കഞ്ഞി വടിക്കാം. വേവുള്ള അരിയൊക്കെ ആണെങ്കിൽ ഇപ്പം ഇട്ടാൽ പോരാട്ടാ. ഈ സൂര്യക അരി കടയിൽ നിന്ന് വാങ്ങിക്കണ അരിയൊക്കെ ആണെങ്കിൽ ഇപ്പം അടുപ്പത്തിട്ട വേവില്ല. ഇത് റേഷൻ അരി വെള്ളരിയില്ലേ, അതാണ്. അപ്പം അരമണിക്കൂർ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി ഇട്ട് കഴിഞ്ഞാൽ അരി വേവാൻ അധികം ടൈം വേണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി വൈകിട്ട് നല്ല വീഡിയോ ആയിട്ട് വരാം. വൈകിട്ട് പുറത്തേക്ക് പോണ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.